ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ചെറിയ പെരുന്നാളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വക ഒരു ഈദ് ആശംസകൾ ഞാൻ നേരുകയാണ്. ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ മാക്സിമം വീടുകളിൽ ഇരുന്ന് തന്നെ ഈ ഒരു റംസാൻ ആഘോഷിക്കുക. അപ്പോൾ ഇന്നൊരു റംസാൻ സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ആടിൻ്റെ തലക്കറി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ആകാതെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അല്പം എണ്ണ വീത്തി കൊടുക്കാം. ആ എണ്ണയിലോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ആ സ്പൈസസ് ഒന്ന് രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിന് ഇതിലോട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊച്ചുള്ളി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു കിലോയുടെ അടുപ്പിച്ച് നമ്മുടെ ഈ ഒരു ആടിൻ്റെ തല ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉള്ളി ചേർക്കുന്നുണ്ട്. ആ ഉള്ളി നമ്മളൊരു 1/2 കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളി ചേർക്കാം ഇതിലേക്ക്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ആ ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളി എല്ലാം നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു കിലോ അടുപ്പിച്ചാണ് നമ്മുടെ ഈ ആട്ടിൻ്റെ തല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, അളവുകളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇറച്ചി എങ്ങനെയാണ് ആട്ടിൻ്റെ തല കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ചേരുവകളിൽ വ്യത്യാസം വരുത്താം. കറക്റ്റ് ആനുപാതികമായിരിക്കണം ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോയോളമാണ് ഇറച്ചി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഒരു 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം നിറവും എരിവും നോക്കിയിട്ട് അതനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കൂടിപ്പോയ പ്രശ്നമാകുന്നതുകൊണ്ട് നമുക്ക് ആദ്യം കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അടുത്തായിട്ട് നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് അരച്ചെടുത്ത മഞ്ഞൾ, ഒരു 1/2 സ്പൂൺ അരച്ചെടുത്ത മഞ്ഞൾ ചേർക്കാം നമുക്ക്. അടുത്തതായിട്ട് ഒരു 2 സ്പൂൺ അരച്ചെടുത്ത മല്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ആണ്. കാരണം നമ്മുടെ ആടായതുകൊണ്ട് പെട്ടെന്ന് മസാല പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് 1 സ്പൂൺ സാദാ ജീരകം ചതച്ചെടുത്തത് അത് ചേർക്കാം. അത് കഴിഞ്ഞ് 1 സ്പൂൺ
ചതച്ചെടുത്ത പെരിഞ്ചീരകവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നപ്പോഴത്തേക്ക് ഒരല്പം കളർ കുറവാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ആ ചതച്ചെടുത്തതിൽ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വറ്റൽമുളക് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ബാക്കി ഇനി 1 ടീസ്പൂണും കൂടെ ഉള്ളൂ. ആ 1 സ്പൂൺ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ ഒരു 3 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇന്ന് വെള്ളം വീത്തി നല്ല രീതിയിൽ വേവിക്കേണ്ടതായിട്ടുണ്ട്. ആടത്തി അത്യാവശ്യം വേവുള്ളതാണ്. ഒരു 1/2-3/4 മണിക്കൂർ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഏകദേശം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2-3/4 മണിക്കൂർ നല്ല രീതിയിൽ വേവിച്ചിട്ട് വരാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിച്ചതാണ്. പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതൊന്ന് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു നല്ലൊരു മണവും എല്ലാം ഒക്കെ കിട്ടുന്നതാണ് നമ്മൾ ആ ഒരു മല്ലിയില ചേർക്കുമ്പോഴത്തേക്ക്. കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂറൂടെ വെന്തിട്ട് വരാം. ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ആ ഒരു ആട്ടിൻ്റെ തലക്കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഓവറായിട്ട് നമുക്ക് ചൂടാക്കണ്ട. അപ്പോൾ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇറക്കാം. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ആട്ടിൻ്റെ തലക്കറി. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ആടിൻ്റെ തലക്കറി. അപ്പോൾ ആടിൻ്റെ തലക്കറി ഉണ്ടാകുന്ന ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.